ഹലോ എവരി വൺ, അച്ചസ് മീഡിയ ഒഫീഷ്യലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് സാംസങ്ങിൻ്റെ തന്നെ ഏറ്റവും പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനായ എക്കോ ബൗളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ്. ഇതിൻ്റെ ഇൻസ്റ്റാളേഷനും ഫങ്ഷണൽ യൂസും ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റായിട്ട് എൻ്റെ വരെ വാച്ച് ചെയ്യുക. അപ്പം നമുക്ക് ഒരു വാഷിംഗ് മെഷീൻ പുതുതായിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഒരുപക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ആ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ അതിൻ്റെ ഒരു ആൻസറും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ മുമ്പുള്ള വാഷിംഗ് മെഷീനിൽ നിന്ന് വേറിട്ടൊരു വാഷിംഗ് മെഷീനാണ് എക്കോ ബൗളും. അത് നമുക്ക് മീഡിയം കാറ്റഗറിയിലുള്ള പ്രൈസ് റേഞ്ചാണ് വരുന്നത്. സ്റ്റാർട്ടിങ് തന്നെ ഇതിനിപ്പോൾ 19,500, ഇപ്പോൾ ഡൗൺ പ്രൈസ് ആയിട്ട് 17,500 ഇതിൻ്റെ എമൗണ്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം ടൈപ്പ് ഫാമിലീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടോപ്പ് ലോഡ് കാറ്റഗറി വരുന്ന ഒരു വാഷിംഗ് മെഷീനാണ്. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിലൂടെ നമുക്ക് കിടക്കാം. ഓക്കെ, നോർമലി ഏതൊരു വാഷിംഗ് മെഷീൻ എടുക്കുമ്പോഴും നമ്മളെ കമ്പനിയിൽ നിന്ന് ആൾ വന്നിട്ടായിരിക്കും അതിന് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. ഒരു പക്ഷേ അങ്ങനെ വരാൻ പറ്റുന്ന സാഹചര്യത്തിൽ നമുക്ക് അർജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്താൽ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് നമുക്ക് സ്വയം ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വാഷിംഗ് മെഷീൻ ബൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ സ്റ്റാൻഡ് കിട്ടണമെന്നില്ല. അപ്പം ആ സ്റ്റാൻഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തിട്ട് അതൊരു 1,500, 2,000, 2,500 കാറ്റഗറിയാണ് സാംസങ്ങിൻ്റെ ടോപ്പ് ലോഡ് കാറ്റഗറിയിലുള്ള വാഷിംഗ് മെഷീൻ്റെ സ്റ്റാൻഡൊക്കെ വരുന്നത്. അത് വെച്ചുള്ള യൂസ് എന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ളവരുടെ സഹായികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണമെങ്കിലോ അതിനൊക്കെ തന്നെ ഒരു സേഫ്റ്റി പ്രോസസ്സായിട്ടൊക്കെ നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആ ഒരു സ്റ്റാൻഡ് ഉൾപ്പെടുത്തിയിട്ട് കാര്യം വേറെ ഒന്നുമില്ല, അത് നമ്മൾ ബൈ ചെയ്തിട്ടില്ലായിരുന്നു, പിന്നെ ബൈ ചെയ്തായിരുന്നു. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വാട്ടർ ഫ്ലോ അത് ചെയ്യുന്ന സമയത്ത്, വാട്ടറിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു പൈപ്പ് ബൈ ചെയ്യണ സമയത്ത് കറക്റ്റായിട്ടുള്ള പൈപ്പാണോ, ഇതിന് സ്യൂട്ടായിട്ടുള്ള പൈപ്പിൻ്റെ എൻഡാണോ ഇതിൽ വരുന്നുള്ള ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സ്ക്രൂ ഒക്കെ നമുക്ക് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വാട്ടർ ലീക്കേജ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ ഏതെങ്കിലും പ്ലംബിംഗ് ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് അവരടുത്ത് പറഞ്ഞാൽ അവർ കറക്റ്റായിട്ടുള്ള നമുക്ക് എടുത്ത് തരാം. അല്ല നമ്മൾ ചൂസ് ചെയ്യാൻ നിന്നാൽ അത് എക്സാക്റ്റ് കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. അല്ല ഇപ്പം നമ്മൾ ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യണം കണ്ടില്ലേ, അപ്പോൾ ഈ ടൈറ്റ് ചെയ്യണ സമയത്ത് അതിന് അത്രത്തോളം അത് ചിലത് നമ്മൾ ഷോർട്ടായിട്ട് ഇങ്ങനെ ചുരുങ്ങിയായിരിക്കും എൻഡ് വരുന്നത്. കുറച്ച് മറ്റല്ലാത്ത ടൈപ്പ് കാറ്റഗറിയിൽ വരുന്നതാകുമ്പോൾ കുറച്ചുകൂടെ ആവട്ടം ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ സ്ക്രൂ നമ്മൾ മുറുക്കി ടൈറ്റ് ചെയ്തിട്ട് ടാപ്പ് തുറക്കണ സമയത്ത് പുറത്തോട്ട് വെള്ളം ലീക്കാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് നോക്കിയൊന്ന് മേടിക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ നമുക്ക് രണ്ടാമത് അതിനായിട്ട് പിന്നെ പോകേണ്ട ഒരു കാര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന ആൾ അതിനെപ്പറ്റി പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കേട്ടോ. ഈ ടാപ്പിനായിരിക്കും കുറച്ചും കൂടെ തിക്നെസ് ഉണ്ടാവുക. സ്ക്രൂ ചെയ്യുന്ന സമയത്ത് നോർമൽ ടാപ്പ് ആണെങ്കിൽ ഓടിച്ചു പോകും പെട്ടെന്ന് സ്ക്രൂ ചെയ്യുന്ന സമയത്ത്. ഇതും പിന്നെ വാഷിംഗ് മെഷീൻ്റെ ടാപ്പില്ലേ, വാഷിംഗ് മെഷീൻ ആയിട്ട് വരുന്നത്, അതാണെങ്കിലും കുറച്ചും കൂടെ തിക്നെസ് ഉണ്ടാവും. ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഊരി വരത്തില്ല, മറ്റേത് ഒടിഞ്ഞു പോകാൻ, അല്ലെന്നുണ്ടെങ്കിൽ ഊരി വരുമല്ലേ, ഊരി വരാനും പിന്നെ ഒടിഞ്ഞു പോകാനും ടാപ്പ് ഒടിഞ്ഞു പോകും പെട്ടെന്ന്. ഇത് ക്ലീൻ ചെയ്യാനുണ്ടോ? അതിന്റെ ബേക്കിന് നെറ്റ് ഏതാ ഒരു നെറ്റ് ഉണ്ട്. ഒരു തവണ അത് ക്ലീൻ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം എടുത്തിട്ട്. പ്ലെയർ വെച്ച് പിടിച്ചാലും മതി. പിടിച്ചു കഴിഞ്ഞാൽ നമ്മളന്ന് സ്ക്രൂ ഡ്രൈവറിന്റെ എൻ്റെ അങ്ങോട്ട് പിടിച്ചാലും മതി. ആ ലോക്ക് ഗ്യാപ്പ്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പുള്ളിക്കാരൻ പറഞ്ഞത് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്. അത് ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് പുള്ളിക്കാരൻ കേട്ടത്. നമ്മൾ ഓൾറെഡി തന്നെ ഒരു ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ടോ അങ്ങനെയാണ് ഇത് എടുക്കേണ്ടത്. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ അതിൽ കൊടുത്തേക്കാം. പ്രോപ്പറായിട്ട് ആ ഒരു ഭാഗം ക്ലീൻ ചെയ്തതിൽ ഡ്രസ്സിലൊക്കെ ഡസ്റ്റും കാര്യങ്ങളും അഴുക്കൊക്കെ പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
നമ്മുടെ പുറത്തോട്ടുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വേസ്റ്റ് വെള്ളം പോകാനായിട്ടുള്ള ഒരു ഹോസാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ അത് ഓൾറെഡി തന്നെ നമ്മൾ എക്സ്ട്രാ രണ്ടാമത് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവിടെ അനുഭവപ്പെടുന്നത്. അപ്പോൾ അത് കറക്റ്റ് ഒരു ഹൈറ്റ്, നമുക്ക് മുകളിൽ നിന്ന് താഴോട്ടുള്ള ഹൈറ്റ് ലെവൽ കിട്ടില്ലെന്നുണ്ടെങ്കിൽ വാട്ടറിൻ്റെ ആ വേസ്റ്റ് പോകുന്ന ഒരു ഫ്ലോ വളരെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് എന്തെങ്കിലും അടിയിൽ എന്തെങ്കിലും വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലോയിലോട്ട് പോകും. എല്ലാവരുടെ ഹൗസിലും ഈ ഒരു രീതിയിലായിരിക്കത്തില്ല, കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യം വരത്തില്ല. അത് തന്നെ നോർമലി 8 ഫംഗ്ഷന് പുറമേ നമ്മൾ ഈ വാട്ടർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനും അതിനൊക്കെ തന്നെ എക്കോ ബബിൾ സിസ്റ്റം, അതിനെ സ്റ്റാർട്ടപ്പ് ഹൗസ്, റെയിൻ, ഡ്രം, അങ്ങനെ കുറച്ച് ഫങ്ഷൻസ് തന്നെ ഇതിൽ 1 by 1 ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കാം, എന്നാൽ അറിയാത്തവർ ഒരുപാട് കാണാം. അവർക്ക് ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒരു ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് അവർ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും, ഇതിൻ്റെ ഫങ്ഷൻ വൈസും കാര്യങ്ങളും. അതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചിലപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം നമുക്ക് ഉൾക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചുകൂടെ അറിയാൻ കഴിയും. അപ്പോൾ അതിൽ തന്നെ എന്തെങ്കിലും ഡൗട്ടോ ക്ലിയറൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് അതിന് മറുപടി പറയാനും കഴിയും. ഇതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ 8 ഫങ്ഷൻസ് വരുന്നുണ്ട്. അതിൽ പവർ സ്റ്റാർട്ട് ആൻഡ് പൗസ് വിൻഡോസ് വരുന്നുണ്ട്. നമ്മളൊരു ഡ്രസ്സ് ഇടുന്ന സമയത്ത് തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഒബ്സർവ് ചെയ്തിട്ട് ആ ഡ്രസ്സ് എത്രത്തോളം ഉണ്ട്, അതിന് എത്ര ടൈം പീരീഡ് വേണം. നോർമലി ഒരു 45 മിനിറ്റ്സ്, ഒരു 30 മിനിറ്റ്സ് ഒക്കെയാണ് വേണം. ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും മണിക്കൂർ കുറച്ചുകൂടെ കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി തന്നെ ഈ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ കാൽക്കുലേറ്റ് ചെയ്യുകയും ആ ടൈം പീരീഡ് ആ ഡിസ്പ്ലേയിൽ കാണിക്കുകയും ചെയ്യും. ഇതിപ്പം ഡ്രസ്സോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. സ്റ്റാർട്ടപ്പിൽ അത് റൺ ചെയ്ത് അതിൻ്റെ ഒരു ഡ്രം കറങ്ങുന്നുണ്ടല്ലേ, 5 ഡ്രം കറങ്ങുന്നത്, അതിൻ്റെ വാട്ടർ ഇനി ഫ്ലോ കാണുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എത്രത്തോളം ടൈം പീരീഡ് ആവശ്യമുണ്ട്. അപ്പോൾ 45 മിനിറ്റ്സ് ആണ് നോർമലി അത് എടുക്കാനുള്ള ടൈം പീരീഡ് കാണിക്കുന്നത്. വെള്ളത്തിന് അത്യാവശ്യം നല്ല പ്രഷർ വേണം. പ്രഷർ അധികം നല്ല സ്പീഡിൽ എടുക്കുന്നത്, എത്ര സ്പീഡിൽ പ്രഷർ ഇടുന്നത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ടാപ്പ് നമ്മൾ എപ്പോഴും 24 മണിക്കൂറും അത് തുറന്നായിരിക്കും വെച്ചിരിക്കുന്നത്, ഓപ്പൺ ചെയ്തായിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വെള്ളം വരികയും അത് ഒബ്സർവ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള വാട്ടർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്താണ് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നത്. ആ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഫ്ലോയ്ക്ക് എന്തെങ്കിലും അതായത് ഇപ്പോൾ മുമ്പ് കിട്ടുന്ന സ്പീഡല്ല, ഡസ്റ്റൊക്കെ അടഞ്ഞിട്ട് സ്പീഡ് കുറയുന്ന സാഹചര്യം. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്യേണ്ട കാര്യമുണ്ട്. ആ സ്പീഡ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാഷ് ചെയ്തെടുക്കുന്ന ടൈം ഒരുപാട് നീണ്ടുപോകുന്നത്. അതായത് 45 മിനിറ്റ്സ് ആണ് വരണമെങ്കിൽ ഇത്രയും ഡ്രസ്സിന് വരുന്നുണ്ടെങ്കിൽ ഇതൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ നീണ്ടു പോകാൻ കാര്യം ഈ വാട്ടറിൻ്റെ ഫ്ലോ വളരെ കുറവായതുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അത് എസ്പെഷ്യലി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം വരുന്നില്ല. ജസ്റ്റ് ഒന്നുകൂടെ പറയാൻ ജസ്റ്റ് മെഷീൻ ബോർഡ് ഓൺ ചെയ്യാനുള്ള ബട്ടൺ മാത്രം. പിന്നെ നമ്മൾ സൈക്കിൾ സെലക്ട് ചെയ്യാൻ 1 to 8 വരെ ഓരോ സൈക്കിൾസ് ആണ് സെലക്ട് ചെയ്യുന്ന. ഈ സൈക്കിൾ ബട്ടൺ വെച്ചിട്ട് ഇത് പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് 1, 2, 3 അങ്ങനെ ഓരോ മോഡുകൾ വരും, 8 വരെ. ഇതിൽ 1 വെച്ചാൽ നോർമൽ വാഷ്, നോർമലായിട്ട് എല്ലാ തുണിയും മിക്സിട്ട് വാഷ് ചെയ്യുന്നത്. പിന്നെ ക്വിക്ക് വാഷ്, അപ്പോൾ രണ്ടാമത്തെ ഇടുക. ക്വിക്ക് വാഷ് എന്ന് വെച്ചാൽ നോർമലിൽ ഇപ്പോൾ 1 hour ആണ് ടൈം എടുക്കുന്നെങ്കിൽ ക്വിക്ക് വാഷിൽ അതിന് ½ an hour മതി. ഓരോ ഡ്രസ്സിനും കാറ്റഗറി തിരിച്ചിട്ട് തന്നെ അതിൽ ഓരോ ഫങ്ഷൻസ് ഉണ്ട്. അതായത് ഡെലിക്കേറ്റ്സ് ആയിട്ടുള്ള സംഭവങ്ങൾ, ജീൻസ് ഇട്ടിട്ട് ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ അതിൽ സെപ്പറേറ്റ് തന്നെ ഉണ്ട്. അതിൽ തന്നെ നോർമലുണ്ട്, ക്വിക്ക് വാഷ് ഉണ്ട്, അതിനൊക്കെയാണ് ഡെലിക്കേറ്റ്സ് ഉണ്ട്, അതിനൊക്കെയാണ് നമ്മളെ ഈ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ജീൻസ്, എനർജി സേവിങ്സ്, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് വരുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇഷ്ടമൊന്ന് കേട്ടോ. പിന്നെ എക്കോ ടപ്ലി, ഇത് നിർബന്ധമായിട്ടും 1 മാസം അല്ലെങ്കിൽ 1.5 മാസം കൂടും മെഷീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇടുന്നത്. ഇത് നമ്മുടെ 1 മാസം കൂടുമ്പോൾ ഈ മോഡിടുക, 8ാമത്തെ മോഡിടുക. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കൊടുക്കുക. സ്റ്റാർട്ടും പോസും ഇതിൽ തന്നെയാണ്. ഈ സമയത്ത് നമ്മൾ ലോഡ് ഇടേണ്ട ആവശ്യമില്ല. ലോഡ് ഇടാതെ മെഷീൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നുണ്ടെങ്കിൽ നമുക്ക് ഡി സ്കെയിലർ എന്ന് പറഞ്ഞ പൗഡർ ഉണ്ട്, പൗഡർ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളത്തിന് 1 to 5 വരെ സെറ്റ് ചെയ്യാം. ഇത് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന സമയത്ത് തുണിക്ക് മേലെ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. അപ്പൊ നമുക്ക് ആക്ച്വലി നമുക്ക് അറിയില്ലല്ലോ ലോഡ് ഇടുന്നതിനനുസരിച്ച് എത്ര സെറ്റ് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഇതിൽ പ്രീസെറ്റ് ആണ് ഇതൊക്കെ. ആക്ച്വലി ചെയ്യേണ്ട ആവശ്യമില്ല. ലോഡിനനുസരിച്ച് ഇത് പ്രീസെറ്റ് ആണ് ഇതിനകത്ത്. ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന ലോഡിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് ടൈം കാണിക്കും. ആദ്യം മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 റൗണ്ട് കറങ്ങും. കറങ്ങിയ ശേഷം ഇവിടെ സെൻസ് ചെയ്തിട്ട് ഇവിടെ ടൈമും കാര്യങ്ങളൊക്കെ കാണും. ആ ടൈമിൽ എല്ലാം തീരും. വാഷ്, റിൻസ്, സ്പിന്ന് മൊത്തം കഴിയും അതിനകത്ത്. പിന്നെ ഇതിൽ വാട്ടർ ലെവൽ അഡ്ജസ്റ്റ്മെന്റ് ഇതിനകത്ത്
നമുക്ക് കൂട്ടിയിടാം മീൻസ് ഇത് ഓരോ മണിക്കൂർ വെച്ച് കൂട്ടുന്നത്. ഇപ്പൊ ഞാൻ 5 ഹവർ സെറ്റ് ചെയ്ത മിഷൻ 4 ഹവർ മിഷൻ വർക്ക് ചെയ്യില്ല, ലാസ്റ്റത്തെ 1 ഹവറിൽ മിഷൻ വർക്ക് ചെയ്യുന്നു. ഇതുപോലെ 24 മണിക്കൂർ ഇതിനകത്ത് മൊത്തം സെറ്റ് ചെയ്തിടാം. പുറത്ത് ലോഡിട്ട് ഇതിനകത്തിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നതാണിത്. ടോട്ടലി 24 വരെ സെറ്റ് ചെയ്തത്. 25ലേക്ക് വരുമ്പോൾ ഔട്ടാണ്. പിന്നെ ഇത്രയാണ് വരുന്നത്. പിന്നെ ഇതിൽ അഡീഷണൽ വരുന്ന ഫീച്ചർ ബബ്ലിംഗ് ഫീച്ചർ. ബബ്ലിംഗ് ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈക്കിൾ ഓപ്ഷൻ ഉണ്ടോ, ഇതൊരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ബബ്ലിംഗ് ഈ മോഡ് ആക്ടിവേറ്റ് ആവും. ഉള്ളതിനെക്കാട്ടും ഒരു 30% ചിലപ്പോൾ കൂടുതലായിരിക്കും ടൈമിങ് എന്ന് വെച്ചാൽ മുക്കി വെക്കണമെങ്കിൽ ഒന്ന് പതപ്പിച്ചെടുക്കണമെങ്കിൽ. അതാണ്